ടീച്ചേഴ്സ് ഡയറി. കെമിസ്ട്രിയിൽ ഗ്യാസ് ലോസ് ആൻഡ് കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് റിലേറ്റീവ് ആറ്റോമിക് മാസ്, ഗ്രാം ആറ്റോമിക് മാസ് ആൻഡ് അവഗാഡ്രോ നമ്പർ, ഇവയെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രാം മോളിക്യുലാർ മാസ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഗ്രാം മോളിക്യുലാർ മാസ്? മോളിക്യൂളിന്റെ മാസ് ആദ്യം കാണുക, ദെൻ അതിനെ ഗ്രാമിൽ പറയുക, അതാണ് ഗ്രാം മോളിക്യുലാർ മാസ്. ഓക്കെ, അപ്പൊ ഗ്രാം മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിംഗ് ദ മോളിക്യുലാർ മാസ് ഓഫ് എ മോളിക്യൂൾ ഇൻ ഗ്രാംസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മോളിക്യൂളിന്റെ മാസ് കാണുക എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. പിന്നെ നമുക്കറിയാം, നമുക്ക് നേച്ചറിൽ മിക്കവാറും എല്ലാ കോമ്പൗണ്ട്സും അല്ലെങ്കിൽ എലമെന്റ്സും കാണപ്പെടുന്നത് മോളിക്യൂൾസിന്റെ ഫോമിലാണ് അല്ലെ. അപ്പൊ മോളിക്യൂൾസ് പല ഫോമിലായിരിക്കും, അതായത് മോണോ ആറ്റോമിക് ആയിട്ടുള്ള ഇതുണ്ടാവും, അതുപോലെ ഡയാറ്റോമിക് മോളിക്യൂൾസ് ഉണ്ടാവും, പോളി ആറ്റോമിക് മോളിക്യൂൾസും ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ ഇനി മോളിക്യൂൾസിന്റെ മാസ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ആറ്റം എടുക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റം ആണ്. ദെൻ ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ എന്താണ് ഡയാറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെ. ഡയാറ്റോമിക് ആയതുകൊണ്ട് നമ്മൾ മോളിക്യൂൾ പറയുമ്പോൾ H2. ഓക്കെ, അതാണ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഇനി ഓക്സിജന്റെ കേസിലാണെങ്കിലോ O2, നൈട്രജൻ ആണെങ്കിൽ N2. ഓക്കെ, അപ്പൊ ഇത് ഡയാറ്റോമിക് ആയതുകൊണ്ട് H2O2 N2 എന്ന് പറഞ്ഞു. ഇനി അറ്റോമിക് മാസ് എന്താണെന്നുള്ളത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്, ഓക്സിജന്റെ 16 ആണ്, നൈട്രജന്റെ 14 ആണ്. ഇനി നമ്മൾ മോളിക്യുലാർ മാസ് എങ്ങനെ കണക്കാക്കും? മോളിക്യൂളിൽ നോക്കി H2 ആണ്, 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്, 2 ഹൈഡ്രജൻ ആകുമ്പോൾ 1 + 1 2 ആണ്. ഓക്കെ, ദെൻ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ O2 ആണ്, ഒരു ഓക്സിജൻ 16 ആണ്, ദെൻ O2 ആണ്. അപ്പൊ 16 + 16 = 32. ഇനി നൈട്രജൻ N2 ആണ്, ഒരു നൈട്രജന്റെ മാസ് എന്ന് പറയുന്നത് 14 ആണ്, 14 + 14 = 28. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മോളിക്യുലാർ മാസ് കാണുന്നത്. അപ്പൊ മോളിക്യുലാർ മാസ് ഓഫ് എലമെന്റ്സ്, നമ്മളിപ്പോ എലമെന്റ്സ് ആണ് എല്ലാം പറഞ്ഞത്. ഇനി കോമ്പൗണ്ട്സ് ആണെങ്കിലും നമുക്ക് എങ്ങനെ തന്നെ കാണാം, ഇതുപോലെ തന്നെ കാണാം. ഒരു എക്സാമ്പിൾ H2O, ഒരു വാട്ടർ മോളിക്യൂൾ ആണ്. ഈ വാട്ടർ മോളിക്യൂളിന്റെ മോളിക്യുലാർ മാസ് എത്രയായിരിക്കും? ഹൈഡ്രജന്റെ 2 ആറ്റംസ് ഉണ്ട്, 1 + 1. ഇനി ഓക്സിജൻ ഒരെണ്ണാണുള്ളത്, ഓക്സിജന്റെ നമുക്കറിയാം അറ്റോമിക് മാസ് 16 ആണ്. ദെൻ ടോട്ടൽ എത്ര? 18 ആണ് വാട്ടറിന്റെ മോളിക്യുലാർ മാസ്. ഇനി കാൽക്കുലേറ്റ് മോളിക്യുലാർ മാസ് ഓഫ് H2SO4, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് NH3, അമോണിയം. ഇതിന്റെ രണ്ടിന്റെയും മോളിക്യുലാർ മാസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? H2SO4 = H2 എന്ന് പറയുമ്പോൾ 1 + 1, അല്ലെങ്കിൽ നമുക്ക് 1 × 2 എന്നും എഴുതാം. ദെൻ പ്ലസ് സൾഫറിന്റെ നമുക്കറിയാം 32 ആണ്, ദെൻ പ്ലസ് O4 എന്ന് 4 ഓക്സിജൻസ് ഉണ്ട് അല്ലെ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 + 32 + 64 = 98. ഓക്കെ, അപ്പൊ 98 ആണ് എന്തിന്റെ മോളിക്യുലാർ മാസ്? H2SO4, സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്യുലാർ മാസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഏതാണ്? നമുക്കറിയാം AMU അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ്. ഓക്കെ, ഇനി നമുക്ക് NH3, അമോണിയ, NH3യുടെ മോളിക്യുലാർ മാസ് കാണാൻ വേണ്ടി നൈട്രജന്റെ നമുക്കറിയാം 14 ആണ്, ദെൻ 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ 3 × 1 that is equal to 14 + 3 that is 17. 17 ആണ് നമുക്ക് അമോണിയയുടെ മോളിക്യുലാർ മാസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് ആദ്യം കോമ്പൗണ്ട് ഓർ എലമെന്റ്, ഒന്ന് ഈ കോമ്പൗണ്ട് എടുക്കാം അല്ലെങ്കിൽ എലമെന്റ്സ് എടുക്കാം. ദെൻ അതിന്റെ മോളിക്യുലാർ മാസ് ആണ് നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇനിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, 1 + 1 2 ആണെന്ന് പറഞ്ഞു. ഓക്സിജൻ അതായത് O2 ആണെങ്കിൽ നമ്മൾ 32 ആണെന്നും നൈട്രജൻ 28 ആണെന്നും കണ്ടുപിടിച്ചു. ദെൻ അതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതിന്റെ മോളിക്യുലാർ മാസ് ആണ് ഫസ്റ്റ് കോളത്തിൽ എഴുതിയിട്ടുള്ളത്. ഇനി ചോദിച്ചിരിക്കുന്നത് മാസ് ഇൻ ഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മോളിക്യുലാർ മാസിന്റെ അത്രയും ഗ്രാം എടുത്താൽ അതിനെന്തെന്ന് പറയും? അതിനെ മാസ് ഇൻ ഗ്രാം എന്ന് പറയും. അതിനാണ് നമ്മൾ ഗ്രാം മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മാസിനെ നമ്മൾ ഗ്രാംസിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്? 2 grams, ഇവിടെ 32 grams, ഇവിടെ 28 grams. എത്രയാണോ മോളിക്യുലാർ മാസ് അത്രയും ഗ്രാം എടുക്കുക. 18 gram, 17 gram, 98 gram. ഓക്കെ, അപ്പോൾ ഓരോ എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് അതിന്റെ മോളിക്യുലർ മാസ് എത്രയാണോ അത്രയും ഗ്രാം അത് വെയിറ്റ് എടുത്തു.
ഇനി ഇതിനെ ഈ ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ 2 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? 1 GMM അല്ലെങ്കിൽ 1 ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇവിടെ 1 GMM ആണ് ഉള്ളത്, അല്ലെങ്കിൽ 1 മോൾ എന്ന് പറയാം. ഓക്കെ, 2 ഗ്രാം ഹൈഡ്രജൻ എടുക്കുമ്പോഴാണ് 1 GMM അല്ലെങ്കിൽ 1 മോൾ ആകുന്നത്. അതുപോലെ 32 ഗ്രാംസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്, 32 ഗ്രാം ഓക്സിജൻ എടുത്താലാണ് എന്താവുന്നത്? 1 GMM അല്ലെങ്കിൽ 1 മോൾ ആകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ. ഇനി 28 ഗ്രാം നൈട്രജൻ മോളിക്യൂൾസ് ഉണ്ടെങ്കിലാണ് എത്രയാണ്? 28 ഗ്രാം നൈട്രജൻ എടുക്കുമ്പോഴാണ് എന്താവുന്നുള്ളത്? 1 ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ 1 മോൾ ആകുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ അതിന്റെ മോളിക്കുലാർ മാസിന്റെ അത്രയും ഗ്രാം ആ എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് എടുത്താൽ അതിനെ പറയുന്നത് 1 GMM അല്ലെങ്കിൽ 1 മോൾ എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം 1 ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ 1 മോൾ എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര മോളിക്യൂൾസ് ആയിരിക്കും 2 ഗ്രാം ഹൈഡ്രജനിൽ ഉണ്ടാവുക? എത്ര മോളിക്യൂൾസ് ഉണ്ടായിരിക്കും? മോളിക്യൂൾസിന്റെ എണ്ണം നമ്മൾ പറയാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? N, അതായത് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പറിന്റെ അത്രയും ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിരിക്കും 2 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ നമുക്ക് ഉണ്ടാവാം. അപ്പൊ അതിൽ 6.022 into 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളത്. അതെ, 32 ഗ്രാം ഓക്സിജൻ എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പറിന്റെ അത്രയും ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ NH3 17 ഗ്രാം അമോണിയ എടുത്താലാണ് അതിൽ അവഗാഡ്രോ നമ്പറിന്റെ അത്രയും അമോണിയ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് GMM-ഉം നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയി വിചാരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? The mass in grams equal to the molecular mass of a substance is called gram molecular mass അഥവാ GMM of that substance. 1 gram molecular mass of any substance contains Avogadro number of molecules. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം സബ്സ്റ്റൻസ് എടുത്താൽ അതിൽ 1 ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിന് 1 ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ്, എന്ത് സബ്സ്റ്റൻസ് 1 ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താലും അതിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഗ്രാമിൽ തരികയാണെങ്കിൽ അതിൽ എത്ര മോൾസ് അല്ലെങ്കിൽ എത്ര GMM ഉണ്ട് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 32 ഗ്രാം ഓക്സിജൻ ആണ്. അപ്പൊ 32 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മുൻപ് പറഞ്ഞൊരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. അതായത് നമുക്കിപ്പോ ഒരു 24 പെൻസിൽസ് നമുക്ക് തരികയാണെങ്കിൽ അതിൽ എത്ര ഡസൻ പെൻസിൽസ് ഉണ്ടെന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 24 നമുക്ക് തന്നിരിക്കുന്ന എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ഒരു ഡസനിൽ എത്ര ഉണ്ട് ആ എണ്ണം. അപ്പൊ 24/12 2 ഡസൻ പെൻസിൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമുക്ക് ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയാം. ഒരു മോൾ അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള വെയിറ്റ് അല്ലെങ്കിൽ മാസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമുക്കറിയാം അതിന്റെ ഒരു മോൾ അല്ലെങ്കിൽ GMM എത്ര ഗ്രാം മോളിക്കുലാർ മാസ്, അതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ ആ സബ്സ്റ്റൻസിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? അതിൽ എത്ര മോൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ചോദിച്ചിരിക്കുന്നത് 32 ഗ്രാംസ് ഓഫ് ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ ഓക്സിജൻ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 32 ഗ്രാംസ് ആണ്. ഓക്കെ, നമുക്ക് ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. എത്രയാണ് ഓക്സിജന്റെ? 32 ആണ്. O2 എന്നുള്ളതാണ് ഓക്സിജൻ മോളിക്യൂൾ. അതിന്റെ വെയിറ്റ് 16 + 16 that is 32 ആണ്. അപ്പൊ 32/32 = 1 മോൾ അല്ലെങ്കിൽ 1 GMM. ഓക്കെ, ഇനി 71 ഗ്രാം ഓഫ് ക്ലോറിൻ. 71 ഗ്രാം ഓഫ് ക്ലോറിൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വെയിറ്റ് 71 ആണ്. തന്നിട്ടുള്ള മാസ് 71 ആണ്. അതിന്റെ മോളിക്കുലാർ മാസ് നമുക്കറിയാം 35.5 ആണ് ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ മാസ് വരുന്നത്. അപ്പൊ ക്ലോറിൻ മോളിക്യൂൾ ആകുമ്പോഴോ 35.5 + 35.5 that is 71. അപ്പൊ ഇവിടെയും എത്രയാണ്? 1 മോൾ ആണ് ഉള്ളത്.
36 grams ഓഫ് വാട്ടർ. വാട്ടറിന്റെ 36 grams ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നത് 36 ആണ്. നമുക്കറിയാം ഇതിന്റെ മോളിക്കുലർ മാസ്, വാട്ടറിന്റെ മോളിക്കുലർ മാസ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 18 ആണ് അല്ലെ. H2O ആണ്, 2 ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പൊ 16 + 2 18. അപ്പൊ നമുക്ക് അതിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 moles ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ 36 gram വാട്ടറിൽ 2 moles ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇനി നാലാമത്തെ 196 grams ഓഫ് H2SO4, 196 grams H2SO4 ആണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ എത്ര മോൾസ് ഉണ്ടാവും? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 196 grams ആണ്. നമുക്കറിയാം H2SO4ന്റെ മോളിക്കുലർ മാസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 98 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് 2 moles ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് GMM എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഗിവൺ മാസ് നമുക്ക് എത്ര ഗ്രാം ആണോ തന്നിരിക്കുന്നത് അതേ ഡിവൈഡഡ് ബൈ ആ എലമെന്റിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ മാസ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി ചിലപ്പോൾ നമുക്ക് തരാം നമ്മുടെ കയ്യിൽ 2 moles ഓഫ് വാട്ടർ, 2 moles ഓഫ് വാട്ടർ ഉണ്ടാവും. ദെൻ അതിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര മാസ് ആയിരിക്കും ഉണ്ടാവാന്ന് ചോദിക്കും. ഓക്കെ, അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ ഇതിന് 2 ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM ചെയ്താൽ മതി. അതായത് ഗിവൺ മാസ് നമ്മുടെ കയ്യിലുള്ള മാസ് അല്ലെങ്കിൽ സാമ്പിളിന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 2 moles ആണ് വാട്ടർ ഉള്ളതെന്നുണ്ടെങ്കിൽ 2 into എത്ര ചെയ്യണം? 18 ചെയ്യണം. അപ്പൊ കാരണം വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ആണ്. 18 into 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 36. അപ്പൊ 36 gram വാട്ടർ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ ഇതും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണോ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നിട്ടുള്ളത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നുള്ളതനുസരിച്ച് നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതാം. ഇനി നമ്മൾ പഠിച്ചതിൽ നമുക്ക് മനസ്സിലായി, അതായത് അവഗാഡ്രോ നമ്പറിന്റെ അത്രയും എന്ത് സബ്സ്റ്റൻസ് എടുത്താലും അതിൽ 1 മോൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവഗാഡ്രോ നമ്പറിന്റെ അത്രയും H2SO4 സൾഫ്യൂരിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 1 mol ഓഫ് H2SO4 മോളിക്യൂൾസ് ഉണ്ടാവും. അതായത് H2SO4 മോളിക്യൂൾ എടുക്കുന്ന അതിന്റെ മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.022 into 10⁻23. അതാണ് അവഗാഡ്രോ നമ്പർ. അത്രയും H2SO4 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1 mol ആയിരിക്കും. ഓക്കെ, ഇനി അതുമാതിരി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവഗാഡ്രോ നമ്പറിന്റെ അത്രയും നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 1 mol ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഇഫ് ദർ ആർ 18.0666 into 10⁻23 H2SO4 മോളിക്യൂൾസ്, ദെൻ അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര മോൾസ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. അവിടെ നമുക്ക് മാസ് ആണ്, എത്ര ഗ്രാംസ് എന്ന് പറഞ്ഞാണ് തന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മോളിക്യൂൾസിന്റെ എണ്ണമാണ് തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്നിട്ടുള്ള മോളിക്യൂൾസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്മൾ എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? അവഗാഡ്രോ നമ്പറിനെയാണ്. അപ്പൊ തന്നിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണത്തെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു എക്സാമ്പിളിന്റെ കേസിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? 18.066 into 10⁻23. ഇനി അവഗാഡ്രോ നമ്പർ നമുക്കറിയാം 6.022 into 10⁻23. ഓക്കെ, അപ്പൊ ഈ 10⁻23 ക്യാൻസൽ ആയപ്പോൾ ഇത് നമുക്ക് 3 പ്രാവശ്യമാണ് ഇതിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 3 moles ഓഫ് H2SO4 ആണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് എത്ര മോൾസ് ആണെന്ന് കിട്ടി? 3 moles ആണെന്ന് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഇത്ര മോൾസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും എന്ന് ചോദിക്കും. അപ്പൊ മോളിക്യൂൾസിന്റെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? മോളിക്യൂൾസിന്റെ എണ്ണം കാണാൻ വേണ്ടി അപ്പൊ ഇതാണ് കാണേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. ഇനി ടെക്സ്റ്റിൽ തന്നെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ,
how many GMM are there in 64 grams of oxygen and what is the number of molecules present it? Okay, അപ്പോൾ number of moles അല്ലെങ്കിൽ number of GMM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം given mass divided by molecular mass. അപ്പോൾ ഇവിടെ given mass എത്രയാണ്? 64 grams ആണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം given mass divided by molecular mass of that substance. ഓക്കെ, അപ്പൊ given mass എന്ന് പറയുന്നത് 64 ആണ്. പിന്നെ തന്നിരിക്കുന്നത് നമുക്ക് ഓക്സിജൻ ആണ് അല്ലെ. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എത്രയാണ് നമുക്കറിയാം? 32 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 32 ദാറ്റ് ഈസ് 2 GMM ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്സിജൻ എത്രയുണ്ട്? 2 GMM. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതില് നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര മോളിക്യൂൾസ് ആണ് ഈ 64 ഗ്രാം ഓക്സിജനിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ വേണ്ടി നമുക്ക് എന്താ അറിയാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. എത്രയാണ്? എത്ര GMM ഉണ്ടോ അത് ഇൻറ്റു എന്ത് ചെയ്യണം? അവോഗാഡ്രോ നമ്പർ. അപ്പൊ ഇവിടെ 2 GMM ആണുള്ളത്. 2 into Na, that is 2 into 6.022 into 10 raised to 23 O2 molecules. ഓക്കെ, O2 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസും കിട്ടി, നമ്പർ ഓഫ് GMM കിട്ടി. ഇനി അടുത്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ആ ക്വസ്റ്റ്യനിൽ അതിന്റെ ആ ഒരു എത്ര വെയിറ്റ് മാത്രമാണ് എടുത്ത് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 96 grams ഓഫ് ഓക്സിജൻ ആണ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് GMM നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ്, അതായത് 96 ആണ്. ദെൻ ഓക്സിജന്റെ മോളിക്കുലാർ മാസ് നമ്മൾ 32 ആണെന്ന് പറഞ്ഞു. 96 by 32 equal to 3 moles or GMM. ഓക്കെ, നമ്മുടെ GMM ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 GMM ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമുക്ക് കാണാനായിട്ട് 3 into അവോഗാഡ്രോ നമ്പർ, അതായത് 3 into 6.022 into 10 raised to 23. ഓക്കെ, അപ്പൊ ഇത്രയും മോളിക്യൂൾസ് ആയിരിക്കും അതിൽ ഉണ്ടാവുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് 360 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ 360 ഗ്രാം നമുക്കുണ്ട്. അപ്പൊ നമുക്ക് അതിൽ എത്ര GMM ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഗിവൺ മാസ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസ് എത്രയാണ്? 360 ഗ്രാംസ് ആണ്. ദെൻ ഡിവൈഡഡ് ബൈ GMM ഓഫ് ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് വേണം. അപ്പൊ അത് എത്രയാണ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം, അതല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ്, അതിന്റെ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ എന്തൊക്കെയുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബണിന്റെ 6 ആറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ കാർബണിന്റെ അറ്റോമിക് വെയിറ്റ് നമുക്ക് അറ്റോമിക് മാസ് എത്രയെന്ന് നമുക്കറിയാം? 12 ആണ്. 12 ഇൻറ്റു എത്ര എണ്ണം ഉണ്ട്? 6 ആണ്. പ്ലസ് ഹൈഡ്രജൻ 12 എണ്ണാണുള്ളത്. 12 ഇൻറ്റു 1 പ്ലസ് ഇനി ഓക്സിജൻ 6 എണ്ണാണുള്ളത്. അപ്പോൾ 6 ഇൻറ്റു 16. ഓക്കെ, അപ്പൊ നമുക്ക് 12 ഇൻറ്റു 6 പ്ലസ് 12 പ്ലസ് 6 ഇൻറ്റു 16. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്നത് 180 ആയിരിക്കും. ഓക്കെ, അപ്പോൾ GMM ഓഫ് ഗ്ലൂക്കോസ് എത്രയാണ്? 180 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗിവൺ മാസ് 360 ആണ് ഡിവൈഡഡ് ബൈ 180. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 2 മോൾസ് ആണ് എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ GMM ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ 2 GMM എന്ന് എഴുതിയാൽ മതി. 2 GMM ആണ് ഉള്ളത്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു 2 GMM അല്ല ഉള്ളത്. 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, അതായത് 6.022 ഇൻറ്റു 10 raised to 23 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിൽ ഉണ്ടാവുക. ഇനി നാലാമത്തെ ചോദ്യം നമുക്കത് ചോദിച്ചിരിക്കുന്നത് 90 grams ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ 90 ഗ്രാം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 90 ആണ്. നമുക്ക് ഇതിന്റെ മോളിക്കുലാർ മാസ് നമുക്കറിയാം 18 ആണ്. നമ്മൾ മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 18 that is 5. ഓക്കെ, 5 GMM ആണ് നമ്മുടെ സാമ്പിളിൽ ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, അതായത് 6.022 ഇൻറ്റു 10 raised to 23 വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും ഈ സാമ്പിളിൽ ഉണ്ടാവുക.
ഇവിടെ നോക്കൂ, ഇവിടെ 1 ഗ്രാം മോളിക്യുലർ മാസ് എന്ന് പറഞ്ഞാൽ അത് 1 മോൾ ആണ്. ഓക്കെ, ഇനി അതിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. 6.022 × 10⁻23 ആണ്. അപ്പൊ ഇത് 3 ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ടെക്സ്റ്റിലുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആൻസർ എഴുതണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 32 ഗ്രാം ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പൊ 32 ഗ്രാം ഓക്സിജനിൽ എത്ര GAM ഗ്രാം ആറ്റോമിക് മാസ് എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ആറ്റത്തിന്റെ കേസാണ്. ഒരു ആറ്റത്തിന്റെ, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 32 ഗ്രാം ഉണ്ടെങ്കിൽ എത്ര GAM ഉണ്ടായിരിക്കും? 2 GAM, 2 ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും ഉണ്ടാവും. ഇനി GMM ആണെങ്കിൽ ഗ്രാം മോളിക്യുലർ മാസ് ആണ്. അപ്പൊ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും, അതായത് O2 ആണ്. അപ്പൊ മോളിക്യുലർ മാസ് എത്രയാണ്? 32 ആണ്. അപ്പൊ 32 ഗ്രാം എടുത്താൽ അതിൽ എത്ര GMM ഉണ്ടാവും? 1 GMM. 1 GMM ആണ് 32 ഗ്രാം എടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ആറ്റംസിന്റെ എണ്ണമായിരിക്കും. ഇത് എന്തിന്റെ എണ്ണമാണ്? ആറ്റംസിന്റെ എണ്ണമാണ്, മോളിക്യൂൾസിന്റെ എണ്ണമാണ്. ഇവിടെ നമുക്ക് അവഗാഡ്രോ നമ്പർ × 2 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 × 6.022 × 10⁻23 എന്തായിരിക്കും? ആറ്റംസ് ആയിരിക്കും. കാരണം ഒരു ആറ്റം ആണ്, ഒരു ഓക്സിജൻ ആറ്റത്തിൽ ഇത്രയും ആറ്റംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ എത്രയാണ്? അത്രയും ആറ്റംസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ 32 ഗ്രാം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 2 × 6.022 × 10⁻23 ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ആറ്റംസ്. ഓക്കെ, ഇനി ഇവിടെ ഇത് 6. അതായത് അവഗാഡ്രോ നമ്പറിന്റെ അത്രയും മോളിക്യൂൾസ് ആണ് എന്തിലുണ്ടാവുക? 32 ഗ്രാം ഓക്സിജനിൽ ഉണ്ടാവുന്നത്. കാരണം നമുക്ക് മോളിക്യുലർ മാസ് എത്രയാണ്? 32 ആണ്. അപ്പൊ ഇവിടെയുള്ളത് മോളിക്യൂൾസ് ആണ്, മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയി. അടുത്ത സെക്ഷൻ റിലേഷൻഷിപ്പ് ഓഫ് വോളിയം ആൻഡ് മോൾ ഓഫ് ഗ്യാസസ്. ഓക്കെ, ഒരു ഗ്യാസിന്റെ വോളിയവും അതിന്റെ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് STP എന്നുള്ളതാണ്. അപ്പൊ STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S ഫോർ സ്റ്റാൻഡേർഡ്, T ഫോർ ടെമ്പറേച്ചർ, P ഫോർ പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇതിനെയാണ് നമ്മൾ STP എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, ഏത് ടെമ്പറേച്ചറിനെയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? 273 കെൽവിൻ ആയ ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അപ്പോൾ 1 atm ആണ് സ്റ്റാൻഡേർഡ് പ്രഷർ. അപ്പൊ നമ്മളൊരു ഗ്യാസ് എടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ 273 കെൽവിൻ ആയിട്ടും പ്രഷർ 1 atm ആയിട്ടും സെറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ആ ഗ്യാസ് STPയിലാണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് STP എന്ന് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഒരു ഗ്യാസ് എടുക്കുകയാണ്. ആ ഗ്യാസ് എടുത്തിട്ട് അത് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതായത് STPയിലുള്ള ഏതെങ്കിലും ഒരു ഗ്യാസ്, ഏത് ഗ്യാസ് വേണമെങ്കിലും എടുക്കാം. കാരണം ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് നേച്ചർ ഓഫ് ദി ഗ്യാസ് ആണ്. അതായത് നമ്മൾ ഗ്യാസ് ഏത് വേണമെങ്കിലും ആവാം, അതിന്റെ നേച്ചർ എങ്ങനെയുള്ളത് വേണമെങ്കിലും ആവാം. അപ്പൊ ഏത് ഗ്യാസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, അത് STPയിലായിരിക്കണം. അതായത് അതിന്റെ ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 atm ആയിരിക്കണം. ആ രീതിയിലുള്ള ഏത് ഗ്യാസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് 22.4 ലിറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, 22.4 ലിറ്റർ വോളിയം ആ ഗ്യാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 1 മോൾ ആയിരിക്കും അതിലുണ്ടാവും. ഓക്കെ, 1 മോൾ ഓഫ് മോളിക്യൂൾ ആണ് ആ 22.4 ലിറ്ററിൽ ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള STPയിലുള്ള ഏതെങ്കിലും ഒരു ഗ്യാസ് എടുത്തു, അതിൽ നിന്ന് 22.4 ലിറ്റർ എടുത്താൽ അതിലുണ്ടാകുന്ന മോൾസിന്റെ എണ്ണം 1 ആയിരിക്കും. 1 മോൾ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും അതിൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മൾ 44.8 ലിറ്റർ ആണ് ആ ഗ്യാസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, STPയിലുള്ള ഗ്യാസിൽ നിന്ന് 44.8 ലിറ്റർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എത്ര മോൾസ് ഉണ്ടാവും? 2 മോൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ 2 മോൾസ് ആണ് ആ ഗ്യാസ് ഉണ്ടാവുക. അപ്പൊ ഈ 22.4 ലിറ്റർ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? STPയിലുള്ള ഏതൊരു ഗ്യാസ് ആയാലും 22.4 ലിറ്റർ അതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 1 മോൾ ഓഫ് ദാറ്റ് ഗ്യാസ് ഉണ്ടാവും. ഓക്കെ, അതിൽ ആ ഗ്യാസ് മോളിക്യൂൾസ് 1 മോൾ ആയിരിക്കും. ഓക്കെ,
അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മോളാർ വോളിയം. ഓക്കെ, അപ്പൊ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22.4 ലിറ്റർ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മോളാർ വോളിയം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെയാ പറയാൻ നോക്കാം. ഇതില് ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 1 mol ഓഫ് എനി ഗ്യാസ്, ഏതെങ്കിലും ഒരു ഏത് ഗ്യാസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിന്റെ എടുക്കേണ്ടത് 1 mol ആണ്. 1 mol of any gas under the same conditions of temperature and pressure. രണ്ടിന്റെയും ടെമ്പറേച്ചറും പ്രഷറും സെയിം കണ്ടീഷനിലായിരിക്കണം. then they will contain same number of molecules. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. then therefore their volume will also be the same. അതുകൊണ്ട് അവയുടെ വോളിയവും സെയിം ആയിരിക്കും. then this is called molar volume of the gases. ഗ്യാസിന്റെ മോളാർ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് ബീക്കർ എടുത്തിട്ട് നമ്മൾ അതിൽ ഹൈഡ്രജൻ ഗ്യാസും നൈട്രജൻ ഗ്യാസും രണ്ടിലും ഓരോന്നിൽ ഫില്ല് ചെയ്യാണ്. then അത് എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന അളവിന് നമ്മൾ ശ്രദ്ധിക്കണം, 1 mol ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് ഗ്യാസും എങ്ങനെയായിരിക്കണം? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് STPയിലായിരിക്കണം. രണ്ടും STPയിലായിരിക്കണം. രണ്ടിലും ഉള്ളത് 1 mol ഓഫ് കറസ്പോണ്ടിങ് ഗ്യാസസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഹൈഡ്രജനും ഒരെണ്ണം നൈട്രജനും ആണ്. രണ്ടും ഗ്യാസ് രണ്ട് ടൈപ്പാണ് അല്ലെ, രണ്ട് തരം ഗ്യാസുകളാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതിന്റെ കണ്ടീഷൻസ് സെയിം ആണ് അല്ലെ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സെയിം ആണ്. അതുപോലെ 1 mol ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് രണ്ട് ഗ്യാസിലും സെയിം ആയിരിക്കും. അതുപോലെ രണ്ടിന്റെയും വോളിയവും സെയിം ആയിരിക്കും. ആ വോളിയം എത്രയാണ് നമ്മൾ പറഞ്ഞു? 22.4 ലിറ്റർ ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ the volume occupied by 1 mol of any gas is called molar volume, that is 22.4 liters. Okay, അപ്പോൾ ഒരു മോൾ ഗ്യാസിനെ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ട വോളിയം, ഗ്യാസ് എന്തായിരിക്കും? STPയിലായിരിക്കണം. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു മോളിനെ ഓക്യുപ്പൈ ചെയ്യാൻ ആവശ്യമായ വോളിയത്തിനാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. ആ മോളാർ വോളിയം എത്രയാണ്? 22.4 ലിറ്റേഴ്സ് ആണ്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ the volume of any 6.022 into 10 raised to 23 molecules of any gas at 273 Kelvin at 1 atm pressure is 22.4 liters. അതായത് ഏത് ഗ്യാസ് ആണെങ്കിലും അതിന്റെ അവഗാഡ്രോ നമ്പേഴ്സിന്റെ അത്രയും മോളിക്യൂൾസ് എടുത്താൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏത് ഗ്യാസ് വേണമെങ്കിൽ എടുക്കാം. ആ ഗ്യാസിലെ എടുക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എത്രയായിരിക്കണം? അവഗാഡ്രോ നമ്പറിന്റെ അത്രയും ആയിരിക്കണം. മാത്രമല്ല എന്ത് വേണം? അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് STPയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 1 mol H2, ഒരു മോൾ H2 ഗ്യാസ് എടുക്കുകയാണെങ്കിൽ, ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ STPയിലുള്ളതാണെങ്കിൽ അതിന്റെ വോളിയം 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഇനി 1 mol നൈട്രജൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ വോളിയം 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ദെൻ 1 mol ഓഫ് O2, ഓക്സിജൻ ആണ് STPയിൽ നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയവും 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് തിരിച്ചു പറയുകയാണെങ്കിൽ 22.4 ലിറ്റേഴ്സ് ഓഫ് എനി ഗ്യാസ്, ഏത് ഗ്യാസ് വേണമെങ്കിലും എടുക്കാം. ആ ഗ്യാസ് STPയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് എത്ര മോൾസ് ഉണ്ടായിരിക്കും? 1 mol അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 1 mol ആണ് ഉണ്ടാവുന്നത്. ഇനി 44.8 ലിറ്റേഴ്സ് ഓഫ് എ ഗ്യാസ് അറ്റ് STPയിലുള്ള ഏത് ഗ്യാസ് വേണമെങ്കിലും 44 ലിറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ എത്ര മോൾസ് ഉണ്ടാകും? 2 mols. കാരണം 22.2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 44.8 കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, തന്നിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം ഇൻ ലിറ്റേഴ്സിലാണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോൾസിന്റെ എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് അതിന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. നേരത്തെ പഠിച്ച അതേ മെത്തേഡിലുള്ള ഇക്വേഷൻ തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഈസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റേഴ്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം ലിറ്റേഴ്സിൽ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 22.4 ലിറ്റേഴ്സ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഒരു ഇക്വേഷനും കൂടി ഡിറൈവ് ചെയ്യാറുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ഗ്യാസിന്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ഗ്യാസിന്റെ വോളിയം ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തന്നിരിക്കുന്ന സാമ്പിൾ ഗ്യാസിന്റെ വോളിയം കിട്ടും.
ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാം. നമ്മൾ മുൻപ് പഠിച്ച ഇക്വേഷൻസും ഇതും കൂടെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് 6 ഇക്വേഷൻസ് ആണ് കിട്ടുന്നത്. ഇതിൽ ആകെ 3 എണ്ണം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കാരണം എന്താണ്, ഒരെണ്ണം പഠിച്ചു വെച്ചാൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് മറ്റേ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എല്ലാം ഒരേ മെത്തേഡിൽ തന്നെയാണ്, എല്ലാം നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ്. തന്നിരിക്കുന്നത് എന്താണോ അത് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് എന്താണോ അത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസും എക്സാമിൽ ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. If we have 3 moles of a gas at STP, find its volume. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര മോൾസ് ആണുള്ളതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വോളിയമാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ 22.4 ലിറ്റേഴ്സ് എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മോൾസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാം, എത്ര മോൾസ് ആണുള്ളതെന്ന് കൊടുക്കാം, 3 മോൾസ് ആണ്. ഓക്കെ, ഈക്വൽ ടു ഗിവൺ വോളിയം, അത് നമുക്ക് അറിയില്ല, ഗിവൺ വോളിയം ബൈ 22.4. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഈസ് ഈക്വൽ ടു ഇത് തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 22.4 is equal to 67.2 liters. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വോളിയമാണ് ഗ്യാസ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിലുള്ളത് 67.2 ലിറ്റേഴ്സ് ആണ് നമുക്ക് ആ ഗ്യാസ് ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമ്മൾ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് വേണം ഇക്വേഷനിൽ നിന്ന് അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ. ഇനി നമ്മൾ ഈ ഒരു ഫിഗർ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മോൾ എന്ന് പറയുന്നത് ഒരു GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്രയായിരിക്കും എണ്ണം ഉണ്ടാകുക? അതിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അവഗാഡ്രോ നമ്പറാണ്. 6.022 × 10⁻23 ആണ് അതിലെ മോളിക്യൂൾസ് ആണെങ്കിലും ആറ്റംസ് ആണെങ്കിലും അതിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അതിന്റെ വോളിയം എന്ന് പറയുന്നത്, ഒരു മോൾ ആണ് ഗ്യാസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? STPയിലുള്ള ഗ്യാസ് ആണെങ്കിൽ അതിന്റെ വോളിയം 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഇനി അതിന്റെ മാസ് എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ GAM, ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഇനി മോളിക്യൂൾസിന്റെ കേസ് ആണ് പറയുന്നതെങ്കിൽ GMM, മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ് ആണ്. അപ്പൊ ഗ്രാം അറ്റോമിക് മാസും ഗ്രാം മോളിക്കുലർ മാസും. ഓക്കെ, അപ്പൊ മാസ് പറയുന്നത് ആറ്റം ആണെങ്കിൽ GAM, മോളിക്യൂൾസ് ആണെങ്കിൽ GMM. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ചാപ്റ്റർ ആണിത്. പക്ഷേ ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതെ നന്നായി പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്റർ ചെയ്യാം അടുത്ത വീഡിയോയിൽ.